നാണക്കേട്. ഒത്തിരി ശ്വാസം അങ്ങ് കൊടുക്കണ്ട. അപ്പോൾ ബിരിയാണി ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കും. കരിഞ്ഞൊന്നും ഇന്ന് ഞങ്ങൾ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിന്റെ നമുക്കൊരു പ്രത്യേകത കൂടെ ഉള്ള ദിവസമാണ്. നമുക്കുണ്ട് പ്രത്യേകത. നമ്മള് അച്ഛനും അമ്മയായിട്ട് ജനിച്ചു. പുതിയതായിട്ട് നമ്മള് പുതിയ അപ്പനും അമ്മയായിട്ട് 13 വർഷം 12 വർഷം കഴിയാൻ പോകുന്നു. ഞങ്ങളും കൂടെ ജനിച്ച ദിവസമാണ്, ഞങ്ങളുടെ മോനുണ്ടായ ദിവസമാണ്. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഒത്തിരി ആഗ്രഹിച്ച് മോഹിച്ച് ഒത്തിരി ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടായിരുന്നു ഞങ്ങളുടെ പ്രഗ്നൻസി ടൈം ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം അവനോട് സ്കൂളിൽ പോയിരിക്കുകയാണ്. വണ്ടിയൊക്കെ അവിടുന്ന് ഇവിടുന്ന് വരുവാണ്. അപ്പം അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ്. സ്കൂളിൽ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇന്ന് കേക്കും ഇല്ല, ഒരാഘോഷങ്ങളും ഇല്ല, പൈസയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ വിശ്വസിച്ചൊരു സങ്കടത്തിലേക്കാണ് പോയത്. പിന്നെ ഞങ്ങളുടെ മോൻ്റെ കാര്യം ആയതുകൊണ്ട് ഇവൻ ചിലപ്പം എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും, അതും പറയാൻ പറ്റത്തില്ല. ഞങ്ങള് അവനൊരു സർപ്രൈസ് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവൻ തിരിച്ച് എനിക്കിതൊക്കെ അറിയാതെ ഒന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തില് ഇരിക്കുകയാണ്. എന്തായാലും നോക്കാം. അപ്പൊ നമ്മുടെ ഇതില് ഒരു സർപ്രൈസ് കൊടുക്കാണ്. അപ്പൊ ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. അപ്പൊ ആ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാണ്. കേക്ക് വാങ്ങിച്ചിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങളും കൂടെ പോരെ. നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? അടിച്ചു പൊളിക്കാം. നമുക്ക് കപ്പയോ കരിമീൻ എന്ത് വെള്ളം കൊടുക്കാം, എല്ലാവർക്കും കൊടുക്ക്. അപ്പൊ നമ്മളങ്ങനെ കേക്ക് ഓർഡർ കൊടുത്തത് വാങ്ങിച്ചു. ഇനി എങ്ങോട്ടാ? ചിക്കൻ. അപ്പൊ നമ്മളിനി ചിക്കൻ വാങ്ങിക്കണം, അതിന്റെ ബാക്കി സാമഗ്രികളെല്ലാം വാങ്ങിക്കണം. എന്നിട്ട് വീട്ടിൽ പോകണം, ഉണ്ടാക്കണം. അവൻ വരുമ്പോഴേക്കും ഇതെല്ലാം സെറ്റ് ചെയ്ത് സർപ്രൈസ് കൊടുക്കണം. നമ്മളങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് വന്നു. ചിക്കൻ്റെ അകത്ത് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് സവാള മാത്രം ഇവിടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി വേണം. പൈക്കിൽ വെള്ളം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, തക്കാളി വേണം, എല്ലാ സാധനങ്ങളും വേണം. അതിന് മുമ്പ് തന്നെ നമുക്ക് ചിക്കൻ വറക്കാൻ വേണ്ടി വെക്കാം. അപ്പം ചേട്ടായി ഇവിടെ ഇരുന്ന് ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പൊട്ടുന്നുകൊണ്ട് ചിലത് വീർക്കുന്നുമുണ്ട്. ഒത്തിരി ശ്വാസം അങ്ങ് കൊടുക്കണ്ട, ആവശ്യത്തിന് ശ്വാസം കൊടുത്താൽ മതി. താങ്ങാൻ പറ്റുമല്ല വെളുത്തുള്ളി, അതാ. ഞാൻ കിച്ചണിൽ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോഴേക്കും ചേട്ടായി നമുക്ക് പറ്റുന്ന പോലെ ചെറിയ ബലൂണൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ആ ചെടിയുടെ ഇതെടുത്ത് അങ്ങോട്ട് വെച്ചു. അപ്പോൾ ഒരു മയിൽപ്പീല ഉണ്ടായിരുന്നു കേട്ടോ, വലിയൊരു തണ്ടായിരുന്നു. അത് പക്ഷേ ഒടിഞ്ഞു പോയതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിങ്ങനെ ആ ഒടിഞ്ഞു പോയ ഭാഗം മാത്രം എടുത്തിട്ട് ആ കുപ്പിയിലോട്ട് ഇട്ട് വെച്ചു. ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ടേ. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസിലല്ല, അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതെല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉള്ളിയും എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അവിടെ ചിക്കൻ വറന്ന് വരുന്നേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ ഞാനിവിടെ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി പെട്ടെന്ന് പണി തീരുവല്ല, അതാണ്. ചേട്ടായി അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വരുന്ന വഴിക്ക് മിക്കവാറും ചേട്ടൻ്റെ മക്കളുണ്ട്, അവർ 3 പേരുണ്ട്. അവരെ 3 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരും വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് മുമ്പ് എനിക്ക് ഈ ചിക്കൻ ഞാനിപ്പോൾ ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എനിക്ക് ഈ ചിക്കൻ വറുത്ത് വെക്കണം. അതുകൊണ്ട് റൈസ് നമുക്ക് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. ചിക്കൻ്റെ പരിപാടികൾ തീർക്കാൻ വേണ്ടിയിട്ടാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുവാണ്. അപ്പം നമ്മുടെ ഉരുളിയിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണേ. അവർ ചേട്ടാ കഷ്ടപ്പെട്ട് വെച്ചതാണ്. അവർ വരാൻ സമയമായി. ഞാൻ കേക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുവാണേ. ഇങ്ങനെ എടുത്ത് വെക്കാം. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. പൊളിയല്ലേ? അവന് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഫുട്ബോളിൻ്റെ ഷേപ്പിലുള്ളൊരു ബർത്ത്ഡേ കേക്ക് വാങ്ങിയതാണ്.
അവർ വരുന്നുണ്ട്. ചേട്ടൻ്റെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞാൽ അവരില്ല, അവരെന്തോ ഇതായിട്ട് വരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. ചേട്ടായും കൊച്ചും വരുന്നുണ്ട്. ഞാനിവിടെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അവൻ വന്ന് ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഞാൻ അവർ വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. നമുക്ക് ഈ ജനാലയിൽ കൂടെ നോക്കാം. അവർ അതേ വന്നിട്ടുണ്ട്. ഞാൻ ഈ ജനാലയിൽ കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതേ കാറ് വന്ന് കർട്ടൻ ഇട്ടിരിക്കുകയാണ്. അവൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ സൈഡിലോട്ട് മാറി നിൽക്കാം, ജസ്റ്റ് കാണുമ്പോഴേക്കുവേ. ചേട്ടയെ തുറക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. എന്തേ കാണുന്നില്ലല്ലോ. എന്തോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നണേ. വരുന്നുണ്ട്. നമുക്കിവിടെ നിൽക്കാം. ഡോറ് തുറക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേയുടെ നിനക്ക് ഇതാണോ കിട്ടിയുള്ള കറിവേപ്പില? ഇതെങ്ങനെയുണ്ട്? ഞാൻ കണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു നീ കണ്ടെന്നുള്ള കാര്യം. നീ വാട്സപ്പിൽ കണ്ടല്ലേ? അപ്പം സർപ്രൈസ് തരാൻ വിചാരിച്ച് ഞങ്ങൾ ചമ്മിപ്പോയല്ലേ? നിനക്കറിയാന്നുള്ളത് ഞങ്ങൾക്കും അറിയാമായിരുന്നു. അങ്ങനെ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഇരുന്ന ഞങ്ങൾ രണ്ടുപേരും നൈസായിട്ട് എന്തായി? 3G ആയി. അവൻ അഭിനയിക്കുന്നെങ്കിലും വിചാരിച്ചു, ആദ്യം ചെയ്തില്ല. പോട്ടെ. Happy birthday to you. Happy birthday to you. Happy birthday dear Kunjus. Happy birthday to you. Happy birthday. പഠിച്ചോ? നീ ഊതിയിട്ട് വേണമായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ. എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ട് ഓഫ്. എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ട് ഓഫ്. ഓക്കെ. അച്ചൂസേ വണ്ടി എടുത്തോണ്ട് പോവുക. ഉള്ളിൽ നിന്ന് തുറന്നെടുത്ത് കഴിക്കില്ല. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തപ്പം പോപ്പർ ഇതാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ബർത്ത്ഡേക്കാരൻ സ്വന്തമായിട്ടിരുന്ന് പോപ്പർ പൊട്ടിക്കാൻ പോവാണ്. എന്തിനാടാ? അയ്യേ നാണക്കേട്. അയ്യേ അല്ലല്ലേ, ഇത് നമ്മൾ വിചാരിക്കണ പോലെ അങ്ങനെ പൊട്ടി കിട്ടും അല്ലെ? എത്ര വീഡിയോസിൽ കണ്ടിട്ടുണ്ടാകും. ഓ നാക്കുകാരൻ. അത് തിരിക്കുക ഏതാണ്ടുവാ. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അയ്യേ നാണക്കേട്, ഇത് പൊട്ടിക്കാൻ പോകുന്നത്. അതൊക്കെ ശരി, പക്ഷെ ഇത് മൊത്തം തൂത്ത് കളയാന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വമാണ്. ഏകദേശം പണികളൊക്കെ ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കറിവേപ്പില കിട്ടിയത് ചെറുക്കൻ പ്ലാസ്റ്റിക് ഡബ്ബയിൽ ഇട്ട് വെക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. നമുക്കിവിടെ കറിവേപ്പില ഇല്ല, അപ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ കൊണ്ടുവരുന്നതാണ്. ചേട്ടാ ഇതാ സവാള ഇങ്ങനെ അതെ കുനുകുനൂന്ന് അരിയുന്നുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണു നിറഞ്ഞോ? അമ്മായിമ്മ ഭയങ്കര അതെ, എനിക്കും എപ്പോഴും കണ്ണു നിറഞ്ഞ. എൻ്റെ അമ്മായിമ്മ ഭയങ്കര ഏതാണ്, എനിക്ക് എപ്പോഴും കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അതെ അതെ, എനിക്ക് എടുക്കുന്നതിന് മുമ്പേ. അപ്പം ബിരിയാണിക്കുള്ള മല്ലിച്ചപ്പും എന്താണ് പുതിനയിലേക്ക് ഞാൻ ഇങ്ങനെ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ നല്ല ഫ്രൈ ചെയ്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ പുളിയല്ലേ പുളി. ഇവിടെ ഇങ്ങനെ വേവ് സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. റൈസ് ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണു. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി നമ്മൾ ദമ്മിടാൻ പോവാണ്. അതിൻ്റെ കൊച്ചു സോഡ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ സോഡയും കുടിക്കുന്നുണ്ടേ. നല്ല കളറായിട്ട് കിടപ്പില്ലേ?
ചേട്ടയുടെ വക ചേട്ടായി, എൻ്റെ വക ഞാൻ. ഒന്നിനും ഒരു കുറവ് വരണ്ട. നമ്മുടെ ചോറ് ഇതിൻ്റെ ആവി തട്ടിയിട്ട് ആ നീ കണ്ടു നിൽക്കല്. അപ്പോൾ ആവി കയറിയിട്ട് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയൊക്കെ ഇങ്ങനെ ഇതായി പോകുന്നുണ്ട്. ഇച്ചിരി ഗരം മസാല നമ്മളിത് വീട്ടിൽ പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി പൈനാപ്പിൾ, ഇച്ചിരി കശുവണ്ടി, ഇച്ചിരി മല്ലിച്ചപ്പും, പുതിനയുടെ ഇനി ഇച്ചിരി ചോറ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെക്കറേഷന് പോവുകയാണ്. അപ്പോൾ മുകളിൽ ഇച്ചിരി ഗരം മസാല പൊടി ഇങ്ങനെ തൂക്കി കൊടുക്കുകയാണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി കുറച്ച് നമ്മുടെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് ഇടുകയാണ്. ഞാനൊരു സൈഡിൽ നിന്ന്, ചേട്ടാ അടുത്ത സൈഡിൽ നിന്ന്, രണ്ട് സൈഡിൽ നിന്ന് അങ്ങനെ മത്സരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മത്സരിക്കുകയാണ് ഇവിടെ. ആര് ജയിക്കും? ചേട്ടായി അത് എടുക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. ആഹാ അടിപൊളി ബിരിയാണി നമ്മളിവിടെ ദമ്മിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ദമ്മിട്ടിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കും. കരിഞ്ഞൊന്നും പോയേക്കരുത്. ഞങ്ങൾ കുറച്ച് അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുകയാണ്. വേണ്ട ബർത്ത്ഡേക്കാരൻ വേണ്ട ഒരാൾ വേണ്ട അതുവഴി ടീഷർട്ട് ഒന്നും ഇടാതെ നഗ്നനായി ഒരു നാണമില്ലാതെ നടന്നു പോയി വന്നിട്ട് എന്നെടുക്കാൻ പോയതാ നമ്മളിങ്ങനെ വരാന്തയിൽ ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഒരു താഴെ ഇരിക്കുമ്പോൾ മേളിൽ കയറി ഇരിക്കാൻ പാടില്ല, താഴെ ഇറങ്ങിയിരിക്കണം. അയ്യോ ഇത് നാളെ ഇവൻ ചോദിച്ചതാണല്ലോ. മധുര വെയിലില്ലാത്ത നന്നായി. അങ്ങനെ നമ്മുടെ ബിരിയാണി നമ്മള് ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഒച്ചിടണോ? ഒച്ചിട്ടോ എന്തിനാ കുറക്കണം? കുഞ്ഞുവേ വാടാ. ആ പൊട്ടിച്ചോ. ആ നല്ല മണം. പൊട്ടിക്കുമ്പോഴേ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കാണിക്കുന്ന വേറെ ഒരു ഉണ്ട്. ഇതിങ്ങനെ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ പുറത്തോട്ട് കളയും, കുറച്ച് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആഴ്ച എന്നാ എനിക്കറിയില്ല. എവിടെ ബിരിയാണി ഉണ്ടാക്കിയോ സദ്യക്ക് ഉണ്ടെങ്കിൽ അവരെടുത്ത് കുറച്ച് കളഞ്ഞിട്ട് ആണോ നമുക്കതിന് കുറയ്ക്കണ്ടല്ലോ. നമ്മൾ കുറയ്ക്കണ്ട ആവശ്യമില്ലല്ലോ. അമ്മയ്ക്ക് ചിക്കൻ വേണ്ടാത്തതുകൊണ്ട് അമ്മയ്ക്ക് റൈസും അങ്ങനെ ഓരോരുത്തർക്കുള്ളത് ഇങ്ങനെ വിളമ്പി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മള് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഉദ്ഘാടിക്ക് സലാഡ് നമ്മുടെ ബിരിയാണി. മിക്സ് ചെയ്ത് കഴിച്ചു നോക്കിയേ. ഉച്ചയ്ക്ക് ഫോൺ വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? പൊളിച്ചോ? അപ്പം നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോയി, പക്ഷെ നമ്മൾ 3G ആയിപ്പോയി. നമുക്കറിയായിരുന്നു, എന്നാലും ആഗ്രഹിച്ചു ചെറുതായിട്ട്. അപ്പോൾ ഓക്കെ, ഇന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.